അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഏകദേശം 3/4 കിലോ ഉണ്ടാകും. ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വാടിപ്പോയ ക്യാരറ്റ് ഒന്നും എടുക്കരുത്. ഇനി ക്യാരറ്റ് മുഴുവൻ നല്ലതുപോലെ കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ ആ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഈ ക്യാരറ്റിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി കളയണം. ഇപ്പോൾ ആ ക്യാരറ്റിൻ്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് 3ആയിട്ട് മുറിച്ചിട്ട് ഒരു പീസ് ക്യാരറ്റ് എടുത്ത് വീണ്ടും 2ആയിട്ട് മുറിച്ച് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ മുഴുവൻ ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് മുഴുവനും ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ ക്യാരറ്റ് മുഴുവനും നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റ് മുഴുവനും ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പില്ലേ അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് ഈ ജ്യൂസ് മുഴുവനും അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജ്യൂസ് അരിക്കുന്ന അരിപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അടിച്ചെടുത്ത ക്യാരറ്റ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് മുഴുവനും ഇതുപോലെ സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം മുഴുവൻ ജ്യൂസും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി പിഴിഞ്ഞെടുത്ത കൊത്ത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ക്യാരറ്റിന്റെ ജ്യൂസ് ഒന്നും കൂടി അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇതുപോലെ ചെറിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് മുഴുവനും ഇതിൽ കുറച്ചായിട്ട് ഒന്നും കൂടി അരിച്ചൊഴിക്കാം. ഇനി എളുപ്പത്തിൽ ഈ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യയുണ്ട്. ഒരു കോട്ടൺ തുണി എടുക്കുക. ഈ കോട്ടൺ തുണി ബൗളിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ജ്യൂസ് മുഴുവനും ഒഴിച്ച് ഒറ്റയടിക്ക് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ജ്യൂസ് മുഴുവനും ചെറിയ അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ബാക്കി വന്ന തരികൾ ഇത് നമുക്ക് വേണ്ട. ഇനി നമ്മൾ അരിച്ചെടുത്ത ക്യാരറ്റ് ജ്യൂസ് ഒന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പും 1/2 കപ്പിന്റെ അളവിലുള്ള 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ക്യാരറ്റ് ജ്യൂസാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ എടുക്കുമ്പോൾ കുത്തി നിറച്ചെടുക്കാതെ ലെവൽ ചെയ്ത് വേണം കോൺഫ്ലോർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെടുത്ത കോൺഫ്ലോർ ഒന്ന് കലക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പാല് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. പാല് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന് പകരം സാധാരണ പച്ചവെള്ളം എടുത്താലും മതി. ഇപ്പം ഞാൻ പാല് കുറച്ച് വീതം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇതൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പാല് അങ്ങ് ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്. എന്നാൽ പിന്നെ കട്ടകളൊന്നും പെട്ടെന്ന് ഉടഞ്ഞു കിട്ടില്ല. കുറച്ച് പാല് ചേർത്ത് മുഴുവനും ഒന്ന് ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരമാണ്. മധുരം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര മുഴുവനും ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാര പാനി മുഴുവനും വറ്റി ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര പാനികൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര പാനിയും ക്യാരറ്റ് ജ്യൂസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കോൺഫ്ലോർ അടിയിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കട്ട കെട്ടും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ചെറിയ കട്ടകൾ പോലെ കോൺഫ്ലോർ കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഈ മിക്സ് നല്ലതുപോലെ തിളച്ച് വരും തോറും കട്ടകളെല്ലാം ഒന്ന് മാറി നല്ല സ്മൂത്തായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ്. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ 2 തുള്ളി ഫുഡ് കളറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിന് പകരം എണ്ണ ഒന്നും ചേർക്കരുതേ. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് നെയ്യ് മാത്രം മതി. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഈ ഹൽവ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നട്ട്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരുപാട് ഡ്രൈ നട്ട്സ് ഒന്നും ചേർക്കരുത്, എല്ലാം കുറച്ച് വീതം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരറ്റ് ഹൽവ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കോരി കഴിക്കുന്ന പരുവല്ല വേണ്ടത്, നല്ല കട്ടിക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് എല്ലാം കൂടിയിട്ട് യോജിച്ച് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം നെയ്യ് തടവി വെക്കണം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. കേക്ക് ടിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലും കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത നീളത്തിൽ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. പിസ്ത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു നട്ട്സ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുത്താലും മതി. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ള എള്ള ഉണ്ടെങ്കിൽ വെള്ള എള്ള കുറച്ച് വിതറി ഇട്ട് കൊടുത്താലും മതി. ഇനി പിസ്തയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഹൽവ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഹൽവ പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ടിന്നെ തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അടിപൊളിയായിട്ട് ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ നല്ല സെറ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നിന്നും ഒരു പീസ് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഈ ഹൽവ നമുക്ക് പുറത്ത് 1 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഒരു ഹൽവ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഈ ഒരു രീതിയിൽ ക്യാരറ്റ് ഹൽവ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാർട്ടി സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഇതിന് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്